ശ്രീയസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ മൂകാംബികയിലേക്ക് ചെറിയൊരു യാത്ര, ഒരു തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. എഡിറ്റ് ചെയ്യാനും ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിന്. അങ്ങനെയാണ് ഇപ്പോഴും ഇടുന്നത്. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, ശരത്താടിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഒരു 8:30 ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. കുറേ നാളത്തിന് ശേഷമുള്ള ഒരു യാത്രയാണ്. സിയോണനെ എഴുത്തിലിരുത്താൻ പോയതിന് ശേഷമാണ് ഇപ്പോഴാണ് നമുക്ക് ഒന്ന് പോകാൻ പറ്റുന്നത്. കാരണം വീടിൻ്റെ പണിയും കാര്യങ്ങളും തിരക്കെല്ലാം ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട. പിന്നെ ഇപ്പം ആ ഒരു അവസരം വന്നത്. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങിക്കൊണ്ടുണ്ട്. ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ടാവുന്നത്. ഉടുപ്പിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷമാണ് അടുത്ത യാത്ര തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ മൂകാംബിക ദേവിയുടെ ഫസ്റ്റ് കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പോയത് സൗവർണികയിലേക്കാണ്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. സ്വാമിമാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. മുന്നിൽ പപ്പയമ്മ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഞാനും ഉണ്ട് കേട്ടോ. വീഡിയോസ് എല്ലാം എടുത്തതിന് ശേഷം ഇങ്ങനെ നടന്നു പോവാന്ന്. എൻ്റെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയാണ്. പിന്നെ ദേവിയുടെ അടുത്ത് എത്തണമെങ്കിൽ ദേവി കൂടി വിചാരിക്കണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടിയത് ഇപ്പോഴാണ്. നമ്മുടെ നാട്ടിലെ ശീവേലി പോലുള്ള ചടങ്ങാണ് മംഗളാരതി. ഇതിൽ ഭക്തർക്ക് കൂടി പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ചടങ്ങാണ്. അപ്പോൾ ദേവിനെ ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മംഗളാരതി രാത്രി ഇങ്ങനെയുള്ള ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത്. മൂകാംബികയിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഇപ്പോഴാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. ഈ മംഗളാരതിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ടായത്.
ഷേർക്കാരൻ്റെ കസിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ സ്മിച്ചേച്ചി മോളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടാ. എന്നുവെച്ചാൽ മോള് നല്ല വാശിയായിരുന്നു. അപ്പോൾ അവള് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ കൂടെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് അവരുമായിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരും കൂടി ഉണ്ടായിരുന്നു. അവർ ട്രെയിനിന് വന്നതാണ്. അപ്പോൾ മോളെ എഴുത്തിനിരുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പോൾ പിന്നെ അവൾ കുറച്ച് കുറുമ്പിയാണ്. അപ്പോൾ അവളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ട. അപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളെ നാട്ടിൽ നിന്നുള്ള വ്യത്യസ്തമായ ചടങ്ങുകളാണ് ഇവിടെ. പിന്നെ നമ്മളെ പൂജാരികളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, നമുക്ക് ഒന്നും പറയാനില്ല, വാക്കുകളില്ല എന്ന് പറയില്ലേ. ഇത്രയും ആഗ്രഹം കൊണ്ട് ഇതാ എത്തിപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ. എല്ലാം കാണാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ചടങ്ങുകളൊന്നും ഞാൻ മുന്നേ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിട്ട. അപ്പോൾ സിയോണ ചെറുതായിരുന്നു, അവളെ വാശിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ട. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. അതിൻ്റെ എല്ലാം ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക കടയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പപ്പ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. ഫോട്ടോസും കാര്യങ്ങളെല്ലാം പലതരത്തിലുള്ള വെറൈറ്റിയായ വിളക്കും കാര്യങ്ങളും ഓട്ടുപാത്രം കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പം അതെല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. പിന്നെ അവിടുന്ന് നമ്മളൊരു 12 മണിയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.